റോസ് ചെടി ഉള്ളവർക്കും ഈ നടണമെന്ന് ആഗ്രഹമുള്ളവർക്കും ആദ്യം കൈ വേണ്ട ഒരു സംഭവം ഞാൻ പറഞ്ഞു തരാവേ. വേറൊന്നുമല്ല, അതാ ഇതുപോലെ മൊട്ടിങ് എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനുമായിരിക്കും റോസയ്ക്ക് ഒരു തീരുമാനമാക്കി കൈ തരുന്നത്. കാരണം ഈ പ്രാണികളും അതുപോലെ ഉറുമ്പുകളുടെയും ഭയങ്കര ശല്യം കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ അക്വേറിയത്തിൻ്റെ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വലിയ കുളത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ അതിന് ഏതാണെന്ന് കാണിച്ചു തരാമെന്ന് ചോദിച്ചായിരുന്നു. ഈ ഷാർക്കിന് വയസ്സ് 20 ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ലെന്ന് അറിയത്തില്ല. എന്തായാലും അത്രയും കാലമായിട്ട് ഈ കുളത്തിൽ തന്നെയുണ്ട് കേട്ടോ. ഇപ്രാവശ്യത്തെ പെരുമഴയത്ത് വെള്ളം കയറി മണ്ണും കൂടി കയറിയിട്ടാണ് അത് ആ ഒരു അവസ്ഥയിൽ നിൽക്കുന്നത്. എന്തായാലും ഈ ഒരു മരുന്ന് ഇതുപോലെ ഞാൻ 2 ലിറ്റർ വെള്ളത്തിൽ ഇത് ഒഴിച്ചു കൊടുക്കും. ഒരടപ്പ് ഒഴിച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ പെരുമഴയതൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഒഴിച്ചു കൊടുത്താൽ മതി. അല്ലാത്ത സമയത്താണെങ്കിൽ ജൈവ രീതിയിലുള്ള വേപ്പെണ്ണ പ്രയോഗം തന്നെ ധാരാളം മതിയാവും കേട്ടോ. പിന്നെ അതുപോലെ അടമഴയും കാര്യങ്ങളും ഒക്കെ ആകുമ്പോൾ പെട്ടെന്നൊന്ന് പിടിക്കും. ഇത് കൂട്ട് മരുന്ന് ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത്. എന്തായാലും ഈ ബോട്ടിലിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഇൻസ്റ്റയിൽ കമൻറ്റ് ചെയ്താൽ കൃത്യമായിട്ട് തരുന്നതായിരിക്കും. നല്ല പോലെ അടച്ചില്ലെങ്കിൽ എയർ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എത്ര നമ്മൾ ഇതുപോലെ ചെയ്ത് കൊടുത്താലും ഉണ്ടല്ലോ സെറ്റാക്കിയാലോ കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ ബോട്ടിൽ മേടിക്കുമ്പോൾ നമ്മൾ പ്രത്യേകം നോക്കി തന്നെ എടുക്കണം. കാരണം എല്ലായ്പ്പോഴും ഒന്നും ഇത് കിട്ടത്തില്ല. വേപ്പെണ്ണ പ്രയോഗം എന്ന് പറഞ്ഞാൽ ഒരു ദിവസമൊക്കെ എടുക്കും നമുക്ക് അതിൻ്റെ ആ ഉറുമ്പ് ശല്യവും കാര്യങ്ങളും ഒക്കെ തീർത്തും വിട്ടുപോകണമെങ്കിൽ. ഇതങ്ങനെയല്ല, ഇത് പറഞ്ഞ നേരം കൊണ്ട് തീരുമാനമായി കിട്ടും കേട്ടോ. 10 മിനിറ്റ് പോലും എടുക്കുകയില്ല. അതിന് മുന്നേ തന്നെ ഇവന്മാരെല്ലാം പുറത്ത് ചാടിയിട്ടുണ്ടാവും. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ ഇതിൻ്റെ മണമെന്ന് പറഞ്ഞാൽ ഇച്ചിരി കടുപ്പം ആയതുകൊണ്ട് തന്നെ ഞാൻ പൊതുവേ ഇത് ഉപയോഗം വളരെ കുറവാട്ടോ. ഈ ഒരു മരുന്ന് കിട്ടിയില്ലെങ്കിൽ സാരമില്ലെന്നേ, നിങ്ങളുടെ തൊട്ടടുത്തുള്ള വളക്കടയിൽ ചോദിച്ചു കഴിഞ്ഞാൽ അവരിതുപോലത്തെ കുഞ്ഞു കുഞ്ഞു മരുന്നുകൾ തരും കേട്ടോ. പിന്നെ കൃത്യമായിട്ട് നിങ്ങൾ റോസയ്ക്കാണ് അടിക്കേണ്ടത്. അതിൻ്റെ ഉപയോഗരീതി എങ്ങനെയാണെന്ന് ചോദിച്ച് മനസ്സിലാക്കണേ.